വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്നത് കുറച്ച് ശാപങ്ങളും അല്ലെങ്കിൽ ദോഷഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന ചില കാരണങ്ങളെക്കുറിച്ചാണ്. ചിലരൊക്കെ പറയാറില്ലേ, ഇന്ന് നോക്കിയപ്പോൾ അവർക്ക് കടം മാറുന്നില്ല, രോഗങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോരോ ദോഷങ്ങൾ, ബന്ധുക്കളുമായിട്ടുള്ള അകൽച്ചയും നരകവേദന, ഇന്നങ്ങ് ഒരുപാട് തരം ദോഷങ്ങളും അങ്ങനെയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഉണ്ടും താനും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നരകവേദന എന്ന് പറയുന്നു നമ്മൾ നോക്കിയപ്പോൾ അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരാൻ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയെ ഇപ്പോൾ നമ്മുടെ ഒരു ഉദ്ദേശത്തോടു കൂടിയൊക്കെ ചില ആൾക്കാർ ദേഷ്യം വന്ന് ചവിട്ടി മെതിച്ചിക്ക് നടക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ദോഷമാണ്. അതും ഇതിൻ്റെ ഫലവും നരകവേദനയാണ്. അതേ കണക്ക് തന്നെ ഇപ്പം മറ്റുള്ളവരെ ഭൂമി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവരിൽ നിന്ന് മറ്റൊരാൾ ഭൂമി മേടിക്കുമ്പോൾ അതിനുശേഷം അതിനെ തോണ്ടുക, കുറേശ്ശെ അവരിലോട്ടാക്കുക, വെട്ടിപ്പിടിക്കുക, ഇതൊക്കെയെന്ന് പറഞ്ഞ് ഇതിനൊന്നും പരിഹാരമില്ല. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നരകവേദനയ്ക്ക് തുല്യമാണ്. അതാണ് അന്യന്മാർക്കുള്ള വസ്തുക്കളൊന്നും അപഹരിക്കുന്നതൊന്നും പാടില്ല. അതേ കണക്ക് തന്നെയാണ് നമ്മുടെ ഈ ഭൂമിയിലുണ്ടാകാവുന്ന നമ്മൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന വൃക്ഷങ്ങൾ. അപ്പോൾ ആ വൃക്ഷങ്ങളെ നമ്മൾക്കിപ്പോൾ പിന്നെ ചില മരങ്ങളൊക്കെ നമ്മൾ വെട്ടിമുറിച്ചെന്നിരിക്കും, എങ്കിലും നല്ല രീതിയിലൊക്കെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന നല്ല ഫലമായിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ കായ്ഫലങ്ങളൊക്കെ ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മൾ വെട്ടിമുറിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ വെട്ടിമുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കടങ്ങൾ മാറത്തില്ല എന്നാണ് പറയുന്നത്. അത് കണക്ക് തന്നെ മരം ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ മരത്തിൻ്റെ ചുവട്ടിൽ വല്ലതും കത്തിക്കുക. ഇപ്പോൾ നമ്മൾ കരിയിലയോ അങ്ങനെ ഇട്ടാകാവുന്ന കുറേ സാധനങ്ങളൊക്കെ ഇട്ട് ആ മരത്തെ നമ്മൾ കത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗം വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്ക് നരകവേദന വരുന്നത് പറഞ്ഞു, അത് കണക്ക് തന്നെ കടം, രോഗം എന്നുള്ള കാര്യം പറഞ്ഞു. അതിനുശേഷം നമുക്ക് ഉണ്ടാകുന്ന വേറൊരു കാരണമാണ് ഇപ്പോൾ ഈ കുലദൈവങ്ങൾക്ക് പൂജാതി കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ പൂർവികർ അല്ലെങ്കിൽ കാരണവന്മാരൊക്കെ വച്ച് പൂജിച്ചിരിക്കുന്നവരെയൊക്കെ തന്നെ. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കുലദൈവം നമ്മുടേതായിട്ടുള്ള അച്ഛൻ അല്ലെങ്കിൽ അമ്മ, അതിനപ്പുറമുള്ളവരൊക്കെ ചെയ്യുന്ന പൂജാതി കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, അത് സന്ധ്യനാമമായാലും അതല്ല മറ്റുള്ള ഭാഗവതം ചെല്ലാനാണെങ്കിലും അങ്ങനേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ തുടങ്ങി വെച്ചത് നമ്മളിലോട്ട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോക്കണം. എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ നമ്മൾ അത് പ്രത്യേകിച്ച് വിളക്കെത്തിക്കുന്ന കാര്യമാണെങ്കിലും കുലദൈവങ്ങൾക്ക് വിളക്കെത്തിക്കുന്ന കാര്യമാണെങ്കിലും അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുടുംബത്തിൽ നല്ല സന്തോഷമുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ അത് ദുഃഖത്തിൻ്റെ ഒരു നിഴലാട്ടം തന്നെ സംഭവിക്കും എന്നാണ് പറയുന്നത്. പിന്നെ അതേ കണക്ക് തന്നെയാണ് ഇപ്പോൾ ഒരു വീട്ടിൽ അല്ലെങ്കിൽ കുടുംബത്തൊക്കെ വംശനാശം സംഭവിക്കുക എന്നത്. ഇതിനൊന്നും പ്രതിവിധിയില്ല. സ്ത്രീകളെ വിവിധ തരത്തിൽ വഞ്ചിക്കുക, അല്ലെങ്കിൽ കാര്യസാധ്യം കഴിഞ്ഞ് ഉപേക്ഷിക്കുക, അതേ കണക്ക് തന്നെ സഹോദരിമാരെ സ്നേഹിക്കാതിരിക്കുക, അവരെ വിഷമിപ്പിക്കുക, ഭാര്യയെ സംരക്ഷിക്കാതിരിക്കുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വംശനാശം വരുന്ന ഒരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞ് മുടിഞ്ഞു പോകുന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്യാതിരിക്കുക. അതേ കണക്ക് തന്നെ പിന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഏറ്റവും നമുക്ക് വലുതെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമാണ്. അപ്പോൾ വിദ്യാഭ്യാസം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വിദ്യാനഷ്ടം സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഗുരുവിനെ മറക്കുക, നിന്ദിക്കുക, പഠിച്ച വിദ്യ തെറ്റായി ഉപയോഗിക്കുക, മറ്റുള്ളവർക്കൊന്നും പറഞ്ഞു കൊടുക്കാതിരിക്കുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വിദ്യാനഷ്ടം വരുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഗുരുവിനെ സ്നേഹിക്കുക. മനസ്സിലായില്ലേ? ഇപ്പോൾ മറ്റുള്ളവർ എന്തെങ്കിലും ഒരു അറിവ് നമ്മളുടെ അടുത്ത് ചോദിച്ചാൽ നമ്മളെ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ചെല്ലത്തെ അടുത്തിരിക്കുന്ന ഒരു കുട്ടി ആ മറ്റേ കുട്ടിയുടെ ചോദിച്ചു, ഇന്നൊരു സംശയം ചോദിച്ചു, ആ കുട്ടിക്ക് അറിയാം, പക്ഷേ എങ്കിൽ വിചാരിക്കും, ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല, അതെൻ്റെ മനസ്സിൽ തന്നെ കിടക്കട്ടെ. അതൊന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ 10 മടങ്ങ് നമുക്ക് വീണ്ടും അറിവ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വിദ്യാനഷ്ടം സംഭവിക്കാനുള്ള കാരണങ്ങളെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്?
ഗുരുവിനെ മറക്കുക, നിന്ദിക്കുക, പഠിച്ച വിദ്യ തെറ്റായി ഉപയോഗിക്കുക, ഇതൊക്കെയാണ് നമുക്കെന്തോ വിദ്യാനഷ്ടം സംഭവിക്കുന്നത്. അതേ കണക്ക് തന്നെ പിന്നെ ഉള്ളൊരു വലിയൊരു കാര്യം തന്നെയാണ് നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൽ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നത്. അത് എന്ന് പറയുന്നത് മെയിനായിട്ട് ഉള്ള കാര്യമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം പാമ്പുകളെ അനാവശ്യമായി കൊല്ലാതിരിക്കുക, അവരുടെ വാസസ്ഥലം നശിപ്പിക്കുക, സർപ്പക്കാവുകൾ വെട്ടി വെളുപ്പിക്കുക എന്നുള്ള കാരണങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വിവാഹ തടസ്സം ഉണ്ടാകുന്നതായിരിക്കും. അതിലുപരി വിവാഹം കഴിഞ്ഞാലും അത് കണക്ക് തന്നെ പാമ്പിനെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ അതിനൊക്കെ വളരെയധികം ദോഷങ്ങളായിരിക്കും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. പാമ്പ് വന്നു കഴിഞ്ഞാൽ പാമ്പ് അതിൻ്റെ വഴിക്ക് പാമ്പങ്ങ് പൊക്കോളും. അതിനെ ഒന്നും ഉപദ്രവിക്കാതിരിക്കുക. അതേ കണക്ക് തന്നെ പിന്നെ ഉള്ള കാര്യങ്ങളാണ് ഈ കുട്ടികൾക്കൊക്കെ ഈ ബാലാരിഷ്ടതയും കുടുംബത്തിൽ ആൺസന്താനം ഇല്ലാതിരിക്കുക എന്നൊക്കെ പറയുമല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ, മൂത്തച്ഛൻ, മുത്തശ്ശി എന്നിവരെ അവഗണിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ബാലാരിഷ്ടതയും അങ്ങനെയുള്ള കുടുംബത്തിലെ കുട്ടികൾക്കൊക്കെയുള്ള അകാല മരണങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് പിതൃക്കൾക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ദോഷങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മാതാവിനെയും പിതാവിനെയും മുത്തച്ഛനെയും മുത്തശ്ശിയൊക്കെ ബഹുമാനിക്കുകയും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെങ്കിൽ ശരി തന്നെ. ഇപ്പം മുത്തച്ഛനെയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ മുത്തശ്ശിയൊക്കെ ആകുമ്പോൾ അവർ ഇച്ചിരി പിണക്കങ്ങളും കാര്യങ്ങളും എടുത്ത് ചാട്ടങ്ങളൊക്കെ കാണും വയസ്സാകുമ്പോൾ. അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കണം കൊച്ചുനാളിൽ നമ്മൾ അതേ കണക്ക് അതേ കണക്ക് തന്നെ നമ്മളും ചെയ്തിരുന്നു. ആ സമയത്ത് അവർ നമ്മളെ ഉപദേശിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പ്രായാധിക്യം ചെല്ലുന്ന മുത്തശ്ശിയും മുത്തശ്ശനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ ചെയ്യണം. അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു മുട്ടായി മേടിച്ചുകൊണ്ട് കൊടുത്തു നോക്ക്, ആ ദേഷ്യം അപ്പോഴേ തീരും. എന്ന് പറഞ്ഞു കൊച്ചു കുട്ടികളുടെ സ്വഭാവമായിരിക്കും ഒരുപാട് വയസ്സാകുമ്പോൾ. അപ്പോൾ അതേ കണക്ക് തന്നെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ കുടുംബത്തിനും വംശത്തിനുമൊക്കെ പുരോഗതി ഇല്ലാതാകുന്നത്, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള നല്ല ഭാഗ്യങ്ങൾ നഷ്ടപ്പെടുന്നൊരു കാര്യമാണ് നമ്മൾ ഈ പശുവിനെ കൊല്ലുക, പശുവിന് ദാഹജലം കൊടുക്കാതിരിക്കുക. ഇപ്പോൾ ഒരാൾ വന്നിട്ട് ചോടെ ആ കാടി ഉണ്ടെങ്കിൽ ഇങ്ങോട്ടും എൻ്റെ പശുവിനത് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പശുവിന് കാടി കൊടുക്കുക എന്നൊക്കെ ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ പശു എന്ന് പറയുന്നത് അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ ആ പശുവിനെ നമ്മളിപ്പോൾ പറയുന്ന ഒരു കറവ വെട്ടി ആ പശുവിനെ നമ്മളായിട്ട് അറിഞ്ഞ് നേരെ എന്നാൽ വെട്ടാൻ കൊടുക്കുക, അങ്ങനെയൊന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് നമ്മൾ ചെയ്യാൻ പാടില്ല. പറഞ്ഞു മനസ്സിലായ? അപ്പം പശുവിനെ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ബഹുമാനവും നമ്മൾ തൊട്ടൊഴുകേണ്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദോഷങ്ങളും അല്ലെങ്കിൽ ഇങ്ങനേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാതിരിക്കും. അപ്പോൾ ഈ ദോഷങ്ങൾ നമ്മളായിട്ട് വരുത്തിക്കാതിരിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന കാരണം നമ്മൾ നമ്മുടെ പറഞ്ഞ കണക്ക് ഇങ്ങനേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ വരും. അപ്പോൾ നമ്മളായിട്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആരെയും കണ്ണീരിലാഴ്ത്താനോ അല്ലെങ്കിൽ ദേഷ്യപ്പിടിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനേതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇതേ രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ജീവിച്ചാൽ ദൈവത്തിന് നമ്മളെ ഒരുപാട് ഇഷ്ടമായിരിക്കും. ആ ദൈവത്തിൻ്റെ പ്രീതി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ദൈവം തമ്പുരാൻ വാരിക്കോരി തരുന്നതായിരിക്കും എന്തും ഏത് കാര്യവും. നന്ദി, നമസ്കാരം.